വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. KSRTCയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം KSRTCയും ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് ഈ ഗ്രാമവണ്ടി എന്ന ഈ നല്ല പദ്ധതി നടപ്പാക്കുന്നത്. KSRTC വണ്ടി കൊടുക്കും, അതുപോലെ തന്നെ അതിന് വേണ്ട ഇന്ധനം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ദിവസേന നിർദ്ദിഷ്ട സമയങ്ങളിൽ ഗതാഗതത്തിന് സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്. നാട്ടുകാർക്ക്, സ്വന്തമായി വാഹനമില്ലാത്തവർക്കൊക്കെ അതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പ്രവർത്തനം ഏറ്റെടുത്ത് ഇവിടെ അത് നടത്താൻ മുന്നോട്ട് വന്ന കുന്നൂത്തുപറമ്പ് പഞ്ചായത്തും നമ്മൾ എല്ലാ അർത്ഥത്തിലും അവരെ അഭിനന്ദിക്കണം. കാരണം അത്ര ഒരു മഹത്തായ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം പല പരിപാടികൾക്കും വെക്കാം. സാധാരണ നമ്മൾ റോഡുകൾക്കും പാലങ്ങൾക്കും കുടിവെള്ള പദ്ധതിയും വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ പൊതുവിൽ നമ്മൾ എത്തിപ്പെടാത്തൊരു മേഖലയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പൊതുഗതാഗതം. അതിന് വേണ്ട സൗകര്യം പഞ്ചായത്തുകൾ ഇടപെടാറുണ്ടായിരുന്നില്ല. എന്നാലിത് കഴിഞ്ഞ കുറച്ച് മുമ്പാണ് ഇത്തരമൊരാശയം വന്നത്. KSRTCയുമായി സഹകരിച്ച് പൊതുഗതാഗതത്തിനുള്ള സൗകര്യം കൂടി പഞ്ചായത്ത് ചെയ്തിരിക്കുക. ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന് വളരെ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും വൈകിയാണ് എത്തിയത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിൻ്റെ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, നാട്ടുകാർക്കേറെ ഗുണപ്രദമായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറെ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യാത്ര ചെയ്യണമെന്ന് മാത്രമല്ല, മറ്റ് പൊതുഗതാഗത സൗകര്യം, മികച്ച സൗകര്യം. കഴിഞ്ഞ ദിവസം നാഷണൽ ക്വാളിറ്റി അസസ്മെന്റ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ. ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ആ വരുമാന വർധനവിലൂടെ സൗകര്യങ്ങൾ പോകുമ്പോഴാണ് ഒരു ഭരണസമിതിയുടെ ഒരു പ്രവർത്തനം അത് കൂടുതൽ ജീവരക്ഷണമോ ഭേദമില്ലാതെ എല്ലാ ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാമവണ്ടി സൗകര്യം കൊടുക്കുമ്പോൾ നേതൃത്വമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ തൂവക്കുന്നിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയെയും കൈവേലി സ്ഥാപനങ്ങളാണ്. ഈ 3 ആരോഗ്യ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് തൂവക്കുന്ന് ആയുർവേദ ആശുപത്രി എത്തിച്ചേരാൻ സാധിക്കണം. തൂവക്കുന്ന് മേഖലയിലുള്ള ആളുകൾക്ക് ചെണ്ടയാട് ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചേരാൻ സാധിക്കണം. സമ്പൂർണമായ ഏകദേശം ഉണ്ടാക്കിയിരിക്കുന്നത്. ചില പരിമിതികളൊക്കെ ഉണ്ടാവാം. ബസ് ഓടിക്കും. നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ട് അടിസ്ഥാന ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ
ഊർജ്ജസ്വലമായ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു. നമസ്കാരം. ആശംസയർപ്പിച്ച് ഈ ഭരണസമിതിക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും പ്രിയങ്കരിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട MLA പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ PPA ഹമീദിനെ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലും സദസ്സിലുമുള്ള ആ തെരുമായ ശല്യം കോടതിയും ഗവൺമെൻറ്റും ഒക്കെ മാറി മാറി പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു വയ്ക്കുന്ന ഈ വലിയ ഒരു വിപത്തിന് പരിഹാരമുണ്ടാക്കാൻ കൂടി അടിയന്തര ഈ പരിപാടിക്ക് എല്ലാവരുടെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ K റനീഷ് മാസ്റ്ററെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഐതിഹാസികമായ പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് മന്ത്രി അവിടെ ബസിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കൂടി നിർവഹിക്കും. അതോടുകൂടി നന്ദി പ്രസംഗത്തോടുകൂടി നമ്മുടെ മനോഹരമായ ഈ ചടങ്ങിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നല്ലവരായ സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥിനികളെ, നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. ഇവിടെ കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം പഞ്ചായത്ത് ഭരണസമിതി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിക്കുന്നത്. KSRTCയെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം KSRTCയും ഗ്രാമപഞ്ചായത്തുകളും ചേർന്നാണ് ഈ ഗ്രാമവണ്ടി എന്ന ഈ നല്ല പദ്ധതി നടപ്പാക്കുന്നത്. KSRTC വണ്ടി കൊടുക്കും, അതുപോലെ തന്നെ അതിന് വേണ്ട ഇന്ധനം ഓപ്പറേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യും. അങ്ങനെ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ ദിവസേന നിർദ്ദിഷ്ട സമയങ്ങളിൽ ഗതാഗതത്തിന് സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമാണ്. നാട്ടുകാർക്ക്, സ്വന്തമായി വാഹനമില്ലാത്തവർക്കൊക്കെ അതൊരു വലിയ ആശ്വാസമാണ്. അപ്പോൾ ഇത് കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ആ പ്രവർത്തനം ഏറ്റെടുത്ത് ഇവിടെ അത് നടത്താൻ മുന്നോട്ട് വന്ന കുന്നൂത്തുപറമ്പ് പഞ്ചായത്തും നമ്മൾ എല്ലാ അർത്ഥത്തിലും അവരെ അഭിനന്ദിക്കണം. കാരണം അത്ര ഒരു മഹത്തായ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തിൻ്റെ പദ്ധതി വിഹിതം പല പരിപാടികൾക്കും വെക്കാം. സാധാരണ നമ്മൾ റോഡുകൾക്കും പാലങ്ങൾക്കും കുടിവെള്ള പദ്ധതി വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്.
പക്ഷെ പൊതുവിൽ നമ്മൾ എത്തിപ്പെടാത്തൊരു മേഖലയാണ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, പൊതുഗതാഗതം. അതിന് വേണ്ട സൗകര്യം പഞ്ചായത്തുകൾ ഇടപെടാറുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് കഴിഞ്ഞ കുറച്ച് മുമ്പാണ് ഇത്തരമൊരു ആശയം വന്നത്. KSRTCയുമായി സഹകരിച്ച് പൊതുഗതാഗതത്തിനുള്ള സൗകര്യം കൂടി പഞ്ചായത്ത് ചെയ്തിരിക്കുക. ഞങ്ങളുടെ പ്രോഗ്രാം ഇന്ന് വളരെ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയും വൈകിയാണ് എത്തിയത്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. ഈ ചടങ്ങിൻ്റെ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ, നാട്ടുകാർക്കേറെ ഗുണപ്രദമായ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറെ സന്തോഷത്തോടെ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. യാത്ര ചെയ്യണമെന്ന് മാത്രമല്ല, മറ്റ് പൊതുഗതാഗത സൗകര്യം, മികച്ച സൗകര്യം കഴിഞ്ഞ ദിവസം നാഷണൽ ക്വാളിറ്റി അസസ്മെന്റ് പഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോകും. അതിന് അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ. ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് ആ വരുമാന വർധനയിലൂടെ സൗകര്യങ്ങൾ പോകുമ്പോഴാണ് ഒരു ഭരണസമിതിയുടെ ഒരു പ്രവർത്തനം അത് കൂടുതൽ ജീവരക്ഷണങ്ങളോ ഭേദമില്ലാതെ എല്ലാ ഭരണസമിതി അംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ഗ്രാമവണ്ടി സൗകര്യം കൊടുക്കുമ്പോൾ നേതൃത്വം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മുടെ തൂവക്കുന്നിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ആശുപത്രിയും കൈവേലി സ്ഥാപനങ്ങളാണ്. ഈ 3 ആരോഗ്യ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് തൂവക്കുന്ന് ആയുർവേദ ആശുപത്രി എത്തിച്ചേരാൻ സാധിക്കണം. തൂവക്കുന്ന് മേഖലയിലുള്ള ആളുകൾക്ക് ചെണ്ടയാട് ഫാമിലി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചേരാൻ സാധിക്കണം. സമ്പൂർണമായ ഏകദേശം ഉണ്ടാക്കിയിരിക്കുന്നത് ചില പരിമിതികളൊക്കെ ഉണ്ടാവാം. ബസ് ഓടി പ്രതിനിധികൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. സമഗ്ര വികസനവും ജനക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ട് അടിസ്ഥാന സൗകര്യം ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ഊർജ്ജസ്വലമായ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചു. നമസ്കാരം. ആശംസ അർപ്പിച്ച് ഈ ഭരണസമിതിക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികളും പ്രിയങ്കരിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫസീല, ബഹുമാനപ്പെട്ട മന്ത്രി, ബഹുമാനപ്പെട്ട MLA പങ്കിട്ടുകൊണ്ടിരിക്കുന്ന ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ PPA